ഹായ് വെൽക്കം ടു ഷാൻസിയാൻ ആർട്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആമിഗുരുമിയെ കുറിച്ചുള്ള 5 തിങ്സ് ആണ് നോക്കിയത്. ഇപ്പോൾ എല്ലാവർക്കും ആമിഗുരുമിയെ കുറിച്ച് കുറച്ച് ഐഡിയാസ് കിട്ടിക്കാണും ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് സിമ്പിളായിട്ട് ഒരു ഹണി ബീ കീച്ചെയിൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ആമിഗുരുമി പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ആദ്യം നമുക്ക് ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള ചെറിയ ആമിഗുരുമീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് വന്ന് ബിഗിനേഴ്സ് ഫ്രണ്ട്ലി കൂടി ആയിട്ടുള്ള ഒരു ആമിഗുരുമിയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആമിഗുരുമിയാണ്. ഹണി ബീ കീച്ചെയിൻ ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ 2 ടൈപ്പ് ഓഫ് യാൺ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഇത് ഫുൾ കോട്ടൺ യാൺ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഇത് കോട്ടൺ ആൻഡ് അക്രിലിക് യാൺ മിക്സ് ചെയ്താണ് ഈ ഹണി ബീ ചെയ്തിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നതും കോട്ടൺ ആൻഡ് അക്രിലിക് യാൺ മിക്സ് ചെയ്ത് ചെയ്യുന്ന ഒരു ആമിഗുരുമിയുടെ പ്രോഡക്റ്റ് ആണ്. അപ്പോഴേ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകത്തുള്ളൂ 2 യാൺ മിക്സ് ചെയ്താൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് മനസ്സിലാകത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് 2 ടൈപ്പ് ഓഫ് യാൺ മിക്സ് ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കിനി ഹണി ബീ കീച്ചെയിൻ ചെയ്യാനായിട്ട് പോകാം. ഹണി ബീ കീച്ചെയിൻ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം വേണ്ടത് യാണാണ്. 3 കളറിലെ യാണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. യെല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഈ 3 കളർ യാൺ യൂസ് ചെയ്താണ് ഇന്ന് ഞാൻ ഹണി ബീ ചെയ്യാൻ പോകുന്നത്. യാണും വന്ന് ഞാൻ 2 ടൈപ്പ് ഓഫ് യാണാണ് എടുത്തിരിക്കുന്നത്. കോട്ടണും അക്രിലിക് യാണുമാണ് എടുത്തിരിക്കുന്നത്. കോട്ടണും അക്രിലിക് യാണും തമ്മിൽ മിക്സ് ചെയ്ത് ഒരു ആമിഗുരുമി ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ യാണ് അക്രിലിക് യാണ് ഞാൻ യെല്ലോ വന്ന അക്രിലിക് യാണാണ് എടുത്തിരിക്കുന്നത്. ഈ അക്രിലിക് യാണിൻ്റെ സൈസ് നമുക്ക് നോക്കാം. ഇത് 3 ലൈറ്റ് വെയ്റ്റ് യാണാണ്. യാണിൻ്റെ സൈസ് വന്ന് 3 ആണ്. ലൈറ്റ് വെയ്റ്റ് യാണാണ്. ഇതൊരു DK യാണാണ് കേട്ടോ. ഡബിൾ DK യാണെന്ന് പറഞ്ഞാൽ ഡബിൾ നിറ്റ് യാണെന്നാണ് അർത്ഥം. അതിന് ഷോർട്ടായിട്ട് DK യാണെന്ന് പറയും. ഈ DK യാണ് നമുക്ക് ബേബി ഗാർമെന്റ്സ് ഒക്കെ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈ യാണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. ബേബി ഡ്രസ്സൊക്കെ ചെയ്യാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 3 ലൈറ്റ് വെയ്റ്റ് യാണാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്ന് ഞാൻ കോട്ടൺ യാണാണ് എടുത്തിരിക്കുന്നത്. 4 പ്ലൈ കോട്ടൺ യാണാണ് എടുത്തിരിക്കുന്നത്. ഇത് 4 പ്ലൈ കോട്ടൺ യാണാണെങ്കിലും ഇതിന്റെ തിക്നെസ് ഒന്ന് നോക്കിക്കോളൂ. കോട്ടൺ യാൺ വന്ന് 4 പ്ലൈ യാണാണ്. യെല്ലോ വന്ന് DK യാണാണ്. 3 ലൈറ്റ് വെയ്റ്റ് DK യാണാണ്. യെല്ലോ യാണിന് തിക്നെസ് കുറച്ചുകൂടി ഉണ്ട്. ബ്ലാക്ക് കളർ യാണിന് തിക്നെസ് കുറച്ച് കുറവാണ്. അത് കുഴപ്പമില്ല. നമുക്ക് ഈ 2 യാണും മിക്സ് ചെയ്ത് നമുക്കൊരു ആമിഗുരുമി ചെയ്യാം. വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാകില്ല കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഹുക്കാണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2.5 mm സൈസ് ഹുക്കാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് യാൺ നീഡിൽ. നെക്സ്റ്റ് വേണ്ടത് സ്റ്റിച്ച് മാർക്കർ. നെക്സ്റ്റ് വേണ്ടത് ഒരു സിസർ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കുറച്ച് പോളി ഫൈബർ വേണം ഫില്ല് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത്, നമ്മൾ കീ ചെയിൻ ആണ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് നമുക്ക് കീ ചെയിൻ വേണം കേട്ടോ. കീ ചെയിൻ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. ജംപ് റിങ് തനിയായിട്ടും ഈ വലിയ റിങ് തനിയായിട്ടുമാണ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്. ഈ ജംപ് റിങ്ങിനെ നമുക്ക് ഈ കീ ചെയിനുള്ളിൽ അറ്റാച്ച് ചെയ്യണം. ഇട്ടിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യണം. അതിനാണ് ഞാൻ ഈ പ്ലെയർ യൂസ് ചെയ്യുന്നത്. ഈ പ്ലെയർ യൂസ് ചെയ്ത് വേണം ഇവിടെ നമുക്ക് ഈ ജംപ് റിങ്ങിനെ ടൈറ്റ് ചെയ്യാനായിട്ട്. എങ്ങനെയാണ് ജംപ് റിങ് ചെയിനുള്ളിൽ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യണതെന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ.
ഇത്രയും തിങ്സ് ആണ് നമുക്ക് ഹണി ബീ കീ ചെയിൻ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഹണി ബീ ചെയ്തു തുടങ്ങാം. ഹണി ബീ ചെയ്യാനായിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് യെല്ലോ കളർ യാമാണ്, അക്രലിക് യാണാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് മാജിക് റിംഗ് ചെയ്യാം. ചെറിയൊരു മാജിക് റിംഗ് ചെയ്താൽ മതിയാകും. മാജിക് റിംഗ് ചെയ്യുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പോയി നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് മാജിക് റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചിട്ട് ഇത് ചെയ്ത് നോക്കിയാൽ മതിയാകും. മാജിക് റിംഗ് ചെയ്തു. ഇനി ഈ റിങ്ങിനുള്ളിൽ 6 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. 6 സിംഗിൾ ക്രോഷ്യ. 1 2 3 4 5 6 സിംഗിൾ ക്രോഷ്യ ചെയ്തു. 6 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഇത് ടെയിൽ സൈഡ് ആണ്. ഈ ടെയിൽ സൈഡിനെ വലിച്ച് റിങ്ങിനെ ക്ലോസ് ചെയ്യണം. നമുക്ക് എത്രത്തോളം വലിച്ച് ക്ലോസ് ചെയ്യാൻ പറ്റും അത്രത്തോളം ടൈറ്റ് ചെയ്ത് വേണം ക്ലോസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ കണ്ടോ, റിങ് ക്ലോസ് ആയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്നില്ല, സ്പൈറൽ റൗണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ ഒരു സിംഗിൾ ക്രോഷ്യയാണ് ഇടാൻ പോകുന്നത്. ഇത് മാജിക് റിങ്ങിനുള്ളിൽ ചെയ്ത ഫസ്റ്റ് റൗണ്ട് ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് റൗണ്ടിലെ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ ഒരു സിംഗിൾ ക്രോഷ്യ ഇടണം. നമ്മൾ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഒരു സിംഗിൾ ക്രോഷ്യ. ഇനി സ്റ്റിച്ച് മാർക്കർ എടുത്തിട്ട് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ സെക്കൻഡ് റൗണ്ടിലെ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ മാർക്ക് ചെയ്ത് വെക്കണം. ഇതാണ് നമ്മുടെ സെക്കൻഡ് റൗണ്ടിലെ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ. ഇനി നമുക്ക് ഓരോരോ സ്റ്റിച്ചസിലും ഇൻക്രീസ് ആണ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓരോരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ നമ്മൾ നേരത്തെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ നെക്സ്റ്റ് സെയിം സ്റ്റിച്ചിൽ തന്നെ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ഞാൻ ബാക്ക് ലൂപ്പിലാണ് സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ബാക്ക് ലൂപ്പ്. ബാക്ക് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ സെയിം സ്റ്റിച്ചിൽ നമ്മൾ 2 സ്റ്റിച്ചസ് ഇട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സെയിം സ്റ്റിച്ചിൽ 2 സ്റ്റിച്ചസ് ഇടണം. നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ 2 സിംഗിൾ ക്രോഷ്യ ഇടണം. ഇത് ഫ്രണ്ട് ലൂപ്പ്, ഇത് ബാക്ക് ലൂപ്പ്. ഇത് ഫ്രണ്ട് ലൂപ്പ്, ഇത് ബാക്ക് ലൂപ്പാണ്. ഫ്രണ്ട് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ബാക്ക് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബാക്ക് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ ഇടാം. 1. ഇനി ഫ്രണ്ട് ലൂപ്പിൽ ഇടാം 2. സെയിം സ്റ്റിച്ചിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ഇട്ടിട്ടുണ്ട്. ഈ റൗണ്ട് കംപ്ലീറ്റ് ഓരോരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ വേണം ചെയ്യാനായിട്ട്. സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ് നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് റൗണ്ടിൽ. ബാക്ക് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ഫ്രണ്ട് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ബാക്ക് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ഫ്രണ്ട് ലൂപ്പിൽ സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് ബാക്ക് ലൂപ്പിൽ സിംഗിൾ ക്രോഷ്യ, ഫ്രണ്ട് ലൂപ്പിൽ സിംഗിൾ ക്രോഷ്യ. സെക്കൻഡ് റൗണ്ടിൻ്റെ ലാസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ ഇടാം. ബാക്ക് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ഫ്രണ്ട് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ. അപ്പോൾ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷ്യസ് ആണ് ഉണ്ടായിരിക്കുക. നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12.
ടോട്ടലായിട്ട് 12 സിംഗിൾ ക്രോഷ്യ ആണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വന്ന് തേർഡ് റൗണ്ട്. നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കറിനെ റിമൂവ് ചെയ്യാം. സ്റ്റിച്ച് മാർക്കറിനെ റിമൂവ് ചെയ്തിട്ട് തേർഡ് റൗണ്ടിൽ ഒരു സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, നെക്സ്റ്റ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എന്ന് പറയുമ്പോൾ സെയിം സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ വരുന്നതിനെയാണ് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ 6 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് റൗണ്ടിൽ 12 സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് നമുക്കിനി തേർഡ് റൗണ്ട് ചെയ്യാം. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ സിംഗിൾ ക്രോഷ്യ, ഒരു സിംഗിൾ ക്രോഷ്യ ഇട്ടിട്ട് സ്റ്റിച്ച് മാർക്കർ എടുക്കുക. സ്റ്റിച്ച് മാർക്കർ എടുത്തിട്ട് തേർഡ് റൗണ്ടിലെ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യനെ നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ വേണം ചെയ്യാനായിട്ട്. അതായത് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ബാക്ക് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ഫ്രണ്ട് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ബാക്ക് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ബാക്ക് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ഫ്രണ്ട് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, ബാക്ക് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ഫ്രണ്ട് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. 1 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. ഇതൊരു സെറ്റ് ആണ് കേട്ടോ. അത് നമ്മൾ തേർഡ് റൗണ്ടിൽ 6 ടൈംസ് ചെയ്യണം. തേർഡ് റൗണ്ടിന്റെ ലാസ്റ്റിൽ എത്തിയിട്ടുണ്ട്. കണ്ടോ, നമുക്ക് 2 സ്റ്റിച്ചസ് ആണ് ബാലൻസ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ എന്ത് ചെയ്യണം? സിംഗിൾ ക്രോഷ്യ ഇടണം. സെക്കൻഡ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യണം. സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഫോർത്ത് റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കറിനെ റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഫോർത്ത് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫോർത്ത് റൗണ്ടിൽ 2 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രോഷ്യ, 2 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രോഷ്യ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ. തേർഡ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഇതൊരു സെറ്റാണ്. നമ്മൾ 6 ടൈംസ് ചെയ്യണം. അപ്പോൾ സ്റ്റിച്ച് മാർക്കറിനെ റിമൂവ് ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ഇടണം. സിംഗിൾ ക്രോഷ്യ ഇട്ടിട്ട് സ്റ്റിച്ച് മാർക്കർ എടുത്ത് ഉടൻ തന്നെ മാർക്ക് ചെയ്ത് വയ്ക്കണം. ഇല്ലെങ്കിൽ മാറിപ്പോവും, സ്റ്റിച്ച് മാറിപ്പോവും. നെക്സ്റ്റ് സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ. അപ്പോൾ 2 സിംഗിൾ ക്രോഷ്യ, തേർഡ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. ഈ തേർഡ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. ഇത് 6 ടൈംസ് ചെയ്യണം കേട്ടോ ഫോർത്ത് റൗണ്ടിൽ. നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രോഷ്യ, 1 2 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രോഷ്യ. തേർഡ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രോഷ്യ. തേർഡ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. ഫോർത്ത് റൗണ്ട് ഇങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്.
നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രൂഷേ, തേർഡ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രൂഷേ ഇൻക്രീസ്. നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രൂഷേ, തേർഡ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രൂഷേ ഇൻക്രീസ്. ഫോർത്ത് റൗണ്ട് സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്തിട്ട് ഫോർത്ത് റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം കേട്ടോ. ഫോർത്ത് റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് 3 സ്റ്റിച്ചസ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഫസ്റ്റ് 2 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രൂഷേ, ലാസ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രൂഷേ ഇൻക്രീസ്. വൺ 2 ലാസ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രൂഷേ ഇൻക്രീസ്. ഫോർത്ത് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫോർത്ത് റൗണ്ടിൻ്റെ എൻഡിൽ 24 സിംഗിൾ ക്രൂഷ്യസ് ഉണ്ടായിരിക്കും. ഞാൻ തേർഡ് റൗണ്ടിൻ്റെ എൻഡിലുള്ള സ്റ്റിച്ചസ് കൗണ്ട് പറയാൻ വിട്ടുപോയതാണ്. തേർഡ് റൗണ്ടിൽ 18 സ്റ്റിച്ചസ് ഉണ്ടായിരിക്കും. ഫോർത്ത് റൗണ്ടിൽ 24 സിംഗിൾ ക്രൂഷ്യസ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് 5th റൗണ്ട് ചെയ്യാം. ഫോർത്ത് റൗണ്ടോടെ ഞാൻ ഇൻക്രീസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുവാണ്. ഇനി നമുക്ക് 5th റൗണ്ടിൽ ഓരോരോ സ്റ്റിച്ചസിലും 1 സിംഗിൾ ക്രൂഷ്യ ഇട്ട് പോകാം. ടോട്ടലായിട്ട് 24 സിംഗിൾ ക്രൂഷ്യസ് വേണം ഇടേണ്ടത്. ഓരോരോ സ്റ്റിച്ചിലും ഓരോരോ സിംഗിൾ ക്രൂഷ്യ ചെയ്യാം. ഫസ്റ്റ് സിംഗിൾ ക്രൂഷ്യ ഇട്ട ഉടനെ തന്നെ സ്റ്റിച്ച് മാർക്കർ എടുത്ത് മാർക്ക് ചെയ്ത് വെക്കണം. നെക്സ്റ്റ് ഓരോരോ സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രൂഷ്യ ചെയ്യാം. ഫിഫ്ത്ത് റൗണ്ടും 6th റൗണ്ടും ഈ സെയിം പാറ്റേൺ വേണം ചെയ്യാനായിട്ട്. ഓരോരോ സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രൂഷ്യയാണ് ചെയ്യേണ്ടത്. 5th ആൻഡ് 6th റൗണ്ട്. ടോട്ടലായിട്ട് 24 സിംഗിൾ ക്രൂഷ്യ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ 5th റൗണ്ടും 6th ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് 5th റൗണ്ട്. നെക്സ്റ്റ് 6th റൗണ്ട്. 6th റൗണ്ടും ഓരോരോ സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രൂഷ്യയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 6th റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം കേട്ടോ. 5th 6th സെയിം പാറ്റേൺ ആണ്. ഓരോരോ സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രൂഷ്യ ചെയ്തു പോവുക. ചെയ്തിട്ട് നമുക്ക് 6th റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. 6th റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചും കൂടി ഇടാനുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിലും കൂടി സിംഗിൾ ക്രൂഷ്യ ചെയ്യാം. ടോട്ടലായിട്ട് നമ്മൾ 6 റൗണ്ട് ചെയ്തു. 6th റൗണ്ടിൽ 24 സിംഗിൾ ക്രൂഷ്യയാണ് ചെയ്തത്. ഇനി നമ്മൾ ഈ നെക്സ്റ്റ് 7th റൗണ്ടാണ് ചെയ്യാൻ പോകുന്നത്. 7th റൗണ്ടിൽ യാൺ കളർ ചേഞ്ച് ചെയ്യുവാണ്. ബ്ലാക്ക് കളർ യാണാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ബ്ലാക്ക് കളർ യാൺ എടുക്കുക. ഈ യെല്ലോ കളർ യാൺ വന്ന് കട്ട് ചെയ്യണ്ട കേട്ടോ. യെല്ലോ കളർ യാൺ കട്ട് ചെയ്യേണ്ട, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമുക്ക് ബ്ലാക്ക് കളർ യാൺ അറ്റാച്ച് ചെയ്യാം. ബ്ലാക്ക് കളർ യാൺ ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നത്, ഫസ്റ്റ് നമുക്ക് സ്റ്റിച്ച് മാർക്കറിനെ റിമൂവ് ചെയ്യാം. ബ്ലാക്ക് കളർ യാൺ എടുക്കുക. ബ്ലാക്ക് കളർ യാൺ എടുത്തിട്ട് ഞാൻ യാൺ അറ്റാച്ച് ചെയ്യുന്നത് ഈ സൈഡിൽ 2 യാൺ വരുന്നില്ലേ, കാണാവോ? ഈ സൈഡിൽ ഈ 2 യാൺ വരുന്നില്ലേ, ഈ യാണിനുള്ളിൽ കൂടി ഞാൻ ഹുക്ക് ഇൻസേർട്ട് ചെയ്യും. നോക്കിക്കോളൂ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഈ 2 യാണിനുള്ളിൽ കൂടി ഹുക്കിനെ ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. സൈഡിലുള്ള 2 യാണ് ഇങ്ങനെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് ബ്ലാക്ക് കളർ യാണിനെ ഇതിനുള്ളിൽ കൂടി വലിച്ചെടുക്കും കേട്ടോ. എന്നിട്ട്
എന്നിട്ട് 7th റൗണ്ട് നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. 7th റൗണ്ടിൽ ഫസ്റ്റ് ഓരോരോ സിംഗിൾ ക്രൂഷ്യയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സിംഗിൾ ക്രൂഷ്യയിൽ ഒരു സിംഗിൾ ക്രൂഷ്യ ചെയ്യാം. എന്നിട്ട് ഈ യെല്ലോ കളർ യാണുണ്ടല്ലോ, നേരത്തെ ഇതിലൂടെ അറ്റാച്ച് ആയിരിക്കുന്ന ഈ യെല്ലോ കളർ യാണിനെ പിടിച്ച് വലിച്ചാൽ മതി. ആ ലൂപ്പ് വന്ന് താഴോട്ട് വന്നോളും. ഈ യാണ് വന്ന് അറ്റാച്ചായി സെക്യൂർ ആയിക്കോളും. കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ വന്ന് ആമിഗുരി ചെയ്യുമ്പോൾ യാൺ അറ്റാച്ച് ചെയ്യുന്നത്. പല രീതിയിലും നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇതൊരു മെത്തേഡാണ്. ഇതിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ബ്ലാക്ക് കളർ യാണ് നമ്മൾ 7th റൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കളറിൻ്റെ എൻഡിൽ എത്തുമ്പോൾ നമുക്കറിയാം ഇതാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റ് എന്നുള്ളത്. ഇനി നമുക്ക് സ്റ്റിച്ചസ് കണ്ടിന്യൂ ചെയ്ത് പോകാം. ഇത് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിൽ നമുക്ക് ബാക്ക് സൈഡിൻ്റെ ഈ ടെയിൽ സൈഡിനെ നമുക്ക് സെക്യൂർ ചെയ്ത് വയ്ക്കാം. സ്റ്റിച്ച് ഇടുമ്പോൾ കൂടെ തന്നെ അങ്ങ് സ്റ്റിച്ച് ഇട്ട് പോവാം. അപ്പം നെക്സ്റ്റ് സ്റ്റിച്ചസിലും സിംഗിൾ ക്രൂഷ്യ, ഓരോരോ സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രൂഷ്യയാണ് ചെയ്യേണ്ടത്. 7th റൗണ്ടും ടോട്ടലായിട്ട് 24 സിംഗിൾ ക്രൂഷ്യ വേണം ചെയ്യേണ്ടത്. നമ്മൾ യാൺ കളർ ചേഞ്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റിച്ചസിന് ഒന്നും മാറ്റം വരുന്നില്ല. സെയിം സ്റ്റിച്ച് സിംഗിൾ ക്രൂഷ്യ 24 സിംഗിൾ ക്രൂഷ്യയാണ് 7th റൗണ്ടിൽ ചെയ്യുന്നത്. അപ്പോൾ ഓരോരോ സ്റ്റിച്ചസിലും 1 സിംഗിൾ ക്രൂഷ്യ ചെയ്യുക. സിംഗിൾ ക്രൂഷ്യ ചെയ്തിട്ട് 7th റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. നമ്മളിപ്പോൾ 7th റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ലാസ്റ്റ് സിംഗിൾ ക്രൂഷ്യ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. സ്റ്റിച്ച് ഹുക്ക് ഞാൻ വന്ന് സിംഗിൾ ക്രൂഷ്യനുള്ളിൽ ഇൻസേർട്ട് ചെയ്യുവാണ്. ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ച് ബ്ലാക്ക് കളർ യാണ് വലിച്ചെടുക്കുവാണ്. എന്നിട്ട് ഇവിടെ ഞാൻ ബ്ലാക്ക് കളർ യാണ് യൂസ് ചെയ്ത് ലൂപ്പ് ക്ലോസ് ചെയ്യുന്നില്ല. ബ്ലാക്ക് കളർ യാണിന് പകരം ഈ ബ്ലാക്ക് കളർ യാണിനെ വിട്ടിട്ട് യെല്ലോ കളർ യാൺ എടുക്കുകയാണ്. യെല്ലോ കളർ യാൺ എടുത്തിട്ട് ഈ ലൂപ്പിനെ ഞാൻ യെല്ലോ കളർ യാൺ യൂസ് ചെയ്താണ് ക്ലോസ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ യെല്ലോ കളർ യാണ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് റൗണ്ടിൽ 8th റൗണ്ടിൽ ഞാൻ യെല്ലോ കളർ യാണാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് 8th റൗണ്ട് ചെയ്യാം. അപ്പോൾ ഇനിയും ഞാൻ ബ്ലാക്ക് കളർ യൂസ് ചെയ്യും. ആ സമയത്ത് എങ്ങനെയാണ് യാൺ കളർ ചേഞ്ച് ചെയ്യണമെന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ കാണിക്കാം കേട്ടോ. ഇപ്പോൾ 7th റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് 8th റൗണ്ട് ചെയ്യാം. 8th റൗണ്ടിലും സിംഗിൾ ക്രൂഷ്യ സെയിം പാറ്റേൺ തന്നെയാണ്. സിംഗിൾ ക്രൂഷ്യ മാത്രമാണ് ചെയ്യുന്നത്. ഓരോരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രൂഷ്യ ചെയ്യണം. യെല്ലോ കളർ യാൺ യൂസ് ചെയ്താണ് സിംഗിൾ ക്രൂഷ്യ ചെയ്യുന്നത്. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെയും നമുക്ക് സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം യെല്ലോ കളർ യാൺ ആയതുകൊണ്ട് നമുക്ക് ലാസ്റ്റിലെത്തുമ്പോൾ അറിയാൻ പറ്റും ഇതാണ് ഫസ്റ്റ് സിംഗിൾ ക്രൂഷ്യ എന്ന്. അപ്പം ഇനി ഓരോരോ സ്റ്റിച്ചിലും നമുക്ക് സിംഗിൾ ക്രൂഷ്യ ചെയ്യാം. ഓരോരോ സ്റ്റിച്ചിൽ സിംഗിൾ ക്രൂഷ്യ ചെയ്തിട്ട് നമുക്ക് 8th റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. 8th റൗണ്ടിൻ്റെ ലാസ്റ്റിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിലും കൂടി നമുക്കൊരു സിംഗിൾ ക്രൂഷ്യ ഇടാം. 8th റൗണ്ടിൻ്റെ എൻഡിൽ ടോട്ടലായിട്ട് 24 സിംഗിൾ ക്രൂഷ്യസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് 9th റൗണ്ടിൽ നമ്മൾ യെല്ലോ കളർ യാൺ യൂസ് ചെയ്താണ് സിംഗിൾ ക്രൂഷ്യ ചെയ്യുന്നത്. ഓരോരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രൂഷ്യ ചെയ്യണം. ഫസ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രൂഷ്യ ചെയ്തിട്ട് സ്റ്റിച്ച് മാർക്കർ എടുക്കുക. സ്റ്റിച്ച് മാർക്കർ എടുത്ത് മാർക്ക് ചെയ്യണം.
9th റൗണ്ടിൽ നമ്മൾ യെല്ലോ കളർ യാൺ യൂസ് ചെയ്യുന്നത് കൊണ്ട് സ്റ്റിച്ച് തെറ്റാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്ത് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് നമുക്കിനി കണ്ടിന്യൂ ചെയ്യാം. ഓരോരോ സിംഗിൾ ക്രോഷ്യയിലും സിംഗിൾ ക്രോഷ്യ ചെയ്ത് പോകണം. ഓരോരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് നമുക്ക് 9th റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. 9th റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് സ്റ്റിച്ചിലും കൂടി സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഒപ്പം യാൺ കളറും ചേഞ്ച് ചെയ്യും. അപ്പോൾ ബ്ലാക്ക് കളർ യാൺ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടതെന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു തരാം. അത് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണിനെ യെല്ലോ കളർ യാണിനെ തന്നെ വലിച്ചെടുക്കണം. യെല്ലോ കളർ യാണിനെ വലിച്ചെടുത്തിട്ട് യാണിനെ നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് മാറ്റുക. യെല്ലോ കളർ യാണിനെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് മാറ്റണം. ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഇനി ബ്ലാക്ക് കളർ യാൺ എടുക്കണം. ബ്ലാക്ക് കളർ യാൺ എടുത്തിട്ട് ബ്ലാക്ക് കളർ യാൺ യൂസ് ചെയ്താണ് ലൂപ്പ് ക്ലോസ് ചെയ്യേണ്ടത്. അറ്റാച്ച് ചെയ്തത് വേറൊരു മെത്തേഡിലാണ് അറ്റാച്ച് ചെയ്തത്. ഇങ്ങനെയും നമുക്ക് അറ്റാച്ച് ചെയ്യാം, പക്ഷെ അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് വേറൊരു മെത്തേഡ് കാണിച്ചു തന്നെ. അത് നമ്മൾ ഈ രണ്ട് സൈഡിൽ കൂടി ഈ യാണുണ്ടല്ലോ, ഇപ്പോൾ ഇത് ബ്ലാക്ക് കളർ യാണായതുകൊണ്ട് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണും. ഈ രണ്ട് യാണിൻ്റെ സൈഡിൽ കൂടിയാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണ് ബ്ലാക്ക് കളർ യാണ് വലിച്ചെടുത്തത്. അത് ആദ്യം ഞാൻ കാണിച്ചു തന്നല്ലോ, ബ്ലാക്ക് കളർ യാണ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തതെന്നുള്ളത്. അത് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു തന്നതാണ്. യെല്ലോ കളറിൽ അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് കണ്ടോന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി പറഞ്ഞിരുന്നത്. ഈ സൈഡിൽ കാണുന്ന ഈ രണ്ട് യാണിൻ്റെയും കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്താണ് യാണ് വലിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി മനസ്സിലായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ യാണ് ബ്ലാക്ക് കളർ യാണ് അറ്റാച്ച് ചെയ്തു. യെല്ലോ കളർ യാണിനെ മാറ്റി വയ്ക്കുക. കട്ട് ചെയ്ത് കളയരുത്, മാറ്റി വയ്ക്കുക. ഇനി സ്റ്റിച്ച് മാർക്കർ എടുക്കുക. സ്റ്റിച്ച് മാർക്കറിനെ റിമൂവ് ചെയ്യാം. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് 10th റൗണ്ട് നമുക്ക് ചെയ്യാം. 10th റൗണ്ടിലും ഓരോരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. 1 സിംഗിൾ ക്രോഷ്യ. ടോട്ടലായിട്ട് 24 സിംഗിൾ ക്രോഷ്യയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. 10th റൗണ്ട് കണ്ടിന്യൂ ചെയ്യാം. 1 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഓരോരോ സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ചെയ്തിട്ട് നമുക്ക് 10th റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. 10th റൗണ്ടിൻ്റെ ലാസ്റ്റിലെത്തിയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് സിംഗിൾ ക്രോഷ്യയിലും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഞാൻ യാൺ കളർ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ബ്ലാക്ക് കളർ യാണിന് യെല്ലോ കളർ യാൺ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണ് ബ്ലാക്ക് കളർ യാണിനെ വലിച്ചെടുക്കണം. എന്നിട്ട് ഈ ബ്ലാക്ക് കളർ യാണിനെ റൈറ്റ് സൈഡിലോട്ട് മാറ്റണം. മാറ്റിയിട്ട് യെല്ലോ കളർ യാൺ എടുക്കുക. യെല്ലോ കളർ യാൺ എടുത്തിട്ട് 2 ലൂപ്സിനെയും ക്ലോസ് ചെയ്യണം. ഇവിടെ കുറച്ച് ലൂസായി പോകുവാണെങ്കിൽ ഈ ബ്ലാക്ക് യാണിനെ കുറച്ച് വലിച്ചാൽ മതി, ടൈറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പം നമ്മളിവിടെ ബ്ലാക്ക് കളർ യാണ് സ്റ്റോപ്പ് ചെയ്യുവാണ്. ഇനി യാൺ കളർ ചേഞ്ച് ചെയ്യില്ല. ഇനി കംപ്ലീറ്റ് ചെയ്യുന്നത് യെല്ലോ കളർ യാണ് യൂസ് ചെയ്താണ് നമ്മളിനി കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് കുറച്ച് ഒന്ന് യാൺ വിട്ടിട്ട് ഈ ബ്ലാക്ക് കളർ യാണിനെ ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് യാണിനെ മാറ്റാം. ഈ ബാലൻസ് നിൽക്കുന്ന യാണിനെ ഇതിനുള്ളിൽ ഇങ്ങനെ ആക്കി വെച്ചാൽ മതി. ഓക്കെ, ഇതിനുള്ളിലാക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് യാൺ സെയിം യെല്ലോ കളർ യാൺ യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഹണി ബി ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് 11th റൗണ്ടാണ്. 11th റൗണ്ടും സെയിം പാറ്റേൺ തന്നെയാണ്. 24 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഓരോരോ സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രോഷ്യ. വൺ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഓരോരോ സ്റ്റിച്ചിലും ഓരോരോ സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ഓരോരോ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് 11th റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം.
11th റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സിംഗിൾ ക്രൂഷ്യയിലും കൂടി ഒരു സിംഗിൾ ക്രൂഷ്യ ചെയ്യാം. 11th റൗണ്ട് എൻഡായിട്ടുണ്ട്. 11th റൗണ്ട് എൻഡാവുമ്പോഴും 24 സിംഗിൾ ക്രൂഷ്യസ് ആണ് ഉണ്ടാവുക. നെക്സ്റ്റ് 12th റൗണ്ട്. 12th റൗണ്ടിൽ നമ്മൾ സെയിം പാറ്റേൺ ആണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഓരോരോ സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രൂഷ്യ. ഫസ്റ്റ് സിംഗിൾ ക്രൂഷ്യയിൽ സിംഗിൾ ക്രൂഷ്യ ഇട്ടിട്ട് സ്റ്റിച്ച് മാർക്കർ എടുക്കണം. സ്റ്റിച്ച് മാർക്കർ എടുത്ത് മാർക്ക് ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓരോരോ സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രൂഷ്യ ചെയ്തു പോകാം. സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് 12th റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. 12th റൗണ്ടിൻ്റെ ലാസ്റ്റിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ഒരു സ്റ്റിച്ചിലും കൂടി നമുക്ക് സിംഗിൾ ക്രൂഷ്യ ചെയ്യാം. നെക്സ്റ്റ് റൗണ്ട് തൊട്ട് നമ്മൾ ഡിഗ്രീസ് ചെയ്യാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ 30th റൗണ്ടിൽ നമ്മൾ ഡിഗ്രീസിങ് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് സ്റ്റിച്ച് മാർക്കറിനെ മാറ്റാം. സ്റ്റിച്ച് മാർക്കറിനെ മാറ്റിയിട്ട് ഫസ്റ്റ് 2 സിംഗിൾ ക്രൂഷ്യയിൽ 2 സിംഗിൾ ക്രൂഷ്യ ചെയ്യണം. 1 2. ഫസ്റ്റ് 2 സിംഗിൾ ക്രൂഷ്യയിൽ 1 സിംഗിൾ ക്രൂഷ്യ ചെയ്യണം. 3rd and 4th സ്റ്റിച്ചിനെ നമുക്ക് ഡിഗ്രീസ് ചെയ്യണം. ഫസ്റ്റ് 2 സിംഗിൾ ക്രൂഷ്യ ചെയ്തിട്ട് 3rd and 4th സിംഗിൾ ക്രൂഷ്യനെ ഒറ്റ സിംഗിൾ ക്രൂഷ്യ ആയിട്ട് മാറ്റണം. നമുക്ക് ആദ്യം ഫസ്റ്റ് സിംഗിൾ ക്രൂഷ്യ ചെയ്യാം. സ്റ്റിച്ച് മാർക്കർ എടുക്കുക. സ്റ്റിച്ച് മാർക്കർ എടുത്തിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് സിംഗിൾ ക്രൂഷ്യയിലും സിംഗിൾ ക്രൂഷ്യ ചെയ്യാം. 3rd and 4th സ്റ്റിച്ചിൽ നമ്മൾ ഡിഗ്രീസ് ചെയ്ത് ഒറ്റ സ്റ്റിച്ചാക്കി മാറ്റുന്നു. ഫ്രണ്ട് ലൂപ്പിൽ മാത്രമാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട് ലൂപ്പിൽ മാത്രം ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ചെടുത്തിട്ടാണ് ഡിഗ്രീസ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഡിഗ്രീസ് ചെയ്യുമ്പോൾ ഇവിടെ ഹോള് വരില്ല, ഗ്യാപ്പ് ഒന്നും വരില്ല, നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ ഈ റൗണ്ടിൽ ഫസ്റ്റ് ഡിഗ്രീസിങ് ആണ്. ഇതൊരു സെറ്റാണ് കേട്ടോ. 2 സിംഗിൾ ക്രൂഷ്യ നെക്സ്റ്റ് ഡിഗ്രീസ്. ഇത് വന്ന് നമ്മൾ 6 ടൈംസ് വേണം 30th റൗണ്ടിൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രൂഷ്യ ചെയ്യാം. 3rd and 4th സ്റ്റിച്ചിനെ ഒറ്റ സ്റ്റിച്ചാക്കി മാറ്റണം. ഫ്രണ്ട് ലൂപ്പിൽ മാത്രം എടുത്ത് ഡിഗ്രീസ് ചെയ്യണം. നെക്സ്റ്റ് ഡിഗ്രീസ് ചെയ്യേണ്ടതാണ്. ഡിഗ്രീസ് ചെയ്ത് നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രൂഷ്യ. തേർഡ് ആൻഡ് ഫോർത്ത് സ്റ്റിച്ചിലെ ഡിഗ്രീസ് ചെയ്യും. ഒറ്റ സ്റ്റിച്ചാക്കി മാറ്റണം. 1 സിംഗിൾ ക്രൂഷ്യ ഡിഗ്രീസ് ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രൂഷ്യ, നെക്സ്റ്റ് ഡിഗ്രീസ്. 30th റൗണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രൂഷ്യ, നെക്സ്റ്റ് ഡിഗ്രീസ്. ഈ സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് 30th റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. 13th റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് സെറ്റാണ് കേട്ടോ. 2 സിംഗിൾ ക്രൂഷ്യയിൽ സിംഗിൾ ക്രൂഷ്യ ചെയ്തിട്ട് നെക്സ്റ്റ് ഡിഗ്രീസ് ചെയ്യുന്നത്. ഇത് ലാസ്റ്റ് സെറ്റാണ്. അപ്പോൾ 2 സിംഗിൾ ക്രൂഷ്യയിൽ സിംഗിൾ ക്രൂഷ്യ ചെയ്യാം. 1 2. നെക്സ്റ്റ് ഡിഗ്രീസ് ചെയ്യും. തേർട്ടീൻത് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 13th റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ടോട്ടലായിട്ട് 18 സിംഗിൾ ക്രൂഷ്യയാണ് ഉണ്ടാവുക. നെക്സ്റ്റ് 14th റൗണ്ട്. 14th റൗണ്ടും ഡിഗ്രീസിങ് റൗണ്ടാണ്. 14th റൗണ്ട് ഫസ്റ്റ് സിംഗിൾ ക്രൂഷ്യയിൽ സിംഗിൾ ക്രൂഷ്യ ചെയ്തിട്ട് സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റിച്ചിനെ ഡിഗ്രീസ് ചെയ്യണം. ഫസ്റ്റ് സിംഗിൾ ക്രൂഷ്യയിൽ സിംഗിൾ ക്രൂഷ്യ, സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റിച്ചിനെ ഒറ്റ സ്റ്റിച്ചാക്കി മാറ്റണം.
ഒരു സ്റ്റിച്ച് ഇട്ട ഉടനെ തന്നെ സ്റ്റിച്ച് മാർക്കർ എടുത്ത് മാർക്ക് ചെയ്യണം. നെക്സ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റിച്ചിന് നമുക്ക് ഡിഗ്രീസ് ചെയ്ത് ഒറ്റ സ്റ്റിച്ചാക്കി മാറ്റണം. ഫ്രണ്ട് ലൂപ്പിൽ മാത്രം ഹുക്ക് ഇൻസേർട്ട് ചെയ്താണ് ഡിഗ്രീസ് ചെയ്യുന്നത്. നെക്സ്റ്റ് 1 സിംഗിൾ ക്രോഷേ, ഡിഗ്രീസ്. ഇത് 6 ടൈംസ് വേണം ചെയ്യാനായിട്ട്. നെക്സ്റ്റ് 1 സിംഗിൾ ക്രോഷേ, 1 സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് ഡിഗ്രീസ്. സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് 1 സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് ഡിഗ്രീസ്. ഈ സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാം 14th റൗണ്ടിൽ. 14th റൗണ്ടിന്റെ എൻഡിൽ എത്തുമ്പോൾ കാണാം. 14th റൗണ്ടിന്റെ എൻഡിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ലാസ്റ്റ് സെറ്റിൽ എത്തിയിട്ടുണ്ട്. 1 സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡിഗ്രീസ്. 1 സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് ഡിഗ്രീസ്. ഫോർട്ടീൻത് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 14th റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ടോട്ടലായിട്ട് 12 സ്റ്റിച്ചസ് ആണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഫില്ലിംഗ് ചെയ്യാം. കുറച്ച് ഫൈബർ എടുത്തിട്ട്, കുറച്ച് പോളി ഫൈബർ എടുത്തിട്ട് നമുക്കിനി ഫില്ലിംഗ് ചെയ്യാം. 14th റൗണ്ടിൽ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ 13th റൗണ്ടിലെ കുറച്ച് ഫില്ല് ചെയ്തിട്ട് നെക്സ്റ്റ് റൗണ്ട് 14th റൗണ്ട് ചെയ്താൽ മതിയാവും. കൈകൊണ്ട് ഫില്ല് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം റൗണ്ട് കുറച്ചുകൂടി ക്ലോസ് ആയതുകൊണ്ട്. അപ്പൊ ഇതുപോലെ ഒരു പ്ലക്കർ എടുത്തിട്ട് ഫില്ല് ചെയ്താൽ മതി കേട്ടോ. 13th റൗണ്ട് കംപ്ലീറ്റ് ആവുമ്പോഴേ കുറച്ച് ഫില്ല് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ നേരത്തെ ഒന്ന് വിട്ടുപോയതാണ്, ഫില്ല് ചെയ്യാനായിട്ട് മറന്നുപോയതാ. കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ഫില്ല് ചെയ്യണേ. നെക്സ്റ്റ് 15th റൗണ്ട് സ്റ്റിച്ച് മാർക്കർ മാറ്റിയിട്ട് 15th റൗണ്ടിൽ ഡിഗ്രീസിങ് മാത്രമാണ് ചെയ്യുന്നത്. 2 സ്റ്റിച്ചസിനെ 1 സ്റ്റിച്ചാക്കി മാറ്റി ഡിഗ്രീസ് മാത്രമാണ് ചെയ്യുന്നത്. ഫ്രണ്ട് ലൂപ്പിൽ മാത്രം എടുക്കുക. ഫ്രണ്ട് ലൂപ്പിൽ മാത്രം എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണം. 6 ടൈംസ് ഡിഗ്രീസ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ഡിഗ്രീസ് ചെയ്ത ഉടനെ തന്നെ സ്റ്റിച്ച് മാർക്കർ എടുത്ത് മാർക്ക് ചെയ്യണം. 6 ടൈംസ് ആണ് ഡിഗ്രീസ് ചെയ്യേണ്ടത്. ഫ്രണ്ട് ലൂപ്പ് മാത്രം എടുത്ത് വേണം ഡിഗ്രീസ് ചെയ്യാൻ. 2 3 4 5. 15th റൗണ്ടിന്റെ ലാസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ഡിഗ്രീസിങ് ആണ്. ഡിഗ്രീസ് ചെയ്യണം. 15th റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ടോട്ടലായിട്ട് 6 സ്റ്റിച്ചസ് ആയിരിക്കും ഉണ്ടാവുക. സ്റ്റിച്ച് മാർക്കറിനെ റിമൂവ് ചെയ്യണം. സ്റ്റിച്ച് മാർക്കറിനെ റിമൂവ് ചെയ്തിട്ട് ഇനി നമുക്ക് കുറച്ച് ഫില്ലിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫില്ലിങ് ചെയ്യണം.
കുറച്ച് ഫില്ലിങ് കൂടി ശകലം, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ഫില്ലിങ് കൂടി വേണമെന്ന് തോന്നുന്നുണ്ട് ഈ പാർട്ടിൽ. അതുകൊണ്ട് കുറച്ചെടുത്തിട്ട് കുറച്ചൊന്ന് ഫില്ല് ചെയ്യാം. ഫിഫ്റ്റീൻത് റൗണ്ടും കംപ്ലീറ്റ് ആയി. ഇനിയാണ് കുറച്ച് നീളത്തിൽ വിട്ടിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഈ ആണിനെ പുറത്തെടുക്കുക. ഇനി നമ്മൾ ലാസ്റ്റ് ക്ലോസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഈ ഹോളിനെ ക്ലോസ് ചെയ്യാൻ പോകുന്നു. ടോട്ടലായിട്ട് നമ്മൾ 15 റൗണ്ട് തന്നെ ചെയ്തിട്ടുള്ളൂ. ഇനി യാൺ നീഡിൽ എടുക്കുക. യാൺ നീഡിൽ എടുത്തിട്ട് യാണിനെ കോർക്കണം. യാൺ നീഡിൽ എടുത്തിട്ട് യാണിനെ കോർത്തിട്ട് ഇനി നമ്മൾ ഈ ഹോളിനെ ക്ലോസ് ചെയ്യാൻ പോവാണ്. സൂക്ഷിച്ച് നോക്കിക്കോളൂ. ഞാൻ ചെയ്യുന്നത് ഫ്രണ്ട് ലൂപ്പിൽ മാത്രമാണ് നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടാണ് ആദ്യം എടുക്കുന്നത്, പുറത്തിൽ നിന്ന് അകത്തോട്ട്. നെക്സ്റ്റ് ഞാൻ വന്ന് അകത്തിൽ നിന്ന് പുറത്തോട്ട്. ഫ്രണ്ട് ലൂപ്പിൽ മാത്രമാണ്. ഇങ്ങനെ ക്ലോസ് ചെയ്യുമ്പോഴാണ് നല്ല പ്രോപ്പറായിട്ട് ഒരു ഫിനിഷിംഗ് ലുക്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് പുറത്തിൽ നിന്ന് അകത്തോട്ട്. അങ്ങനെ 6 ടൈംസ് ചെയ്യണം കേട്ടോ. 6 ടൈംസ് ചെയ്യണം. അകത്തിൽ നിന്ന് പുറത്തോട്ട്, പുറത്തിൽ നിന്ന് അകത്തോട്ട്, അകത്തിൽ നിന്ന് പുറത്തോട്ട്. 6 ടൈംസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെ തമ്പ് കൊണ്ട് ഈ ഹോളിനെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഈ ആണിനെ പിടിച്ച് വലിച്ചാൽ മതി കേട്ടോ. നല്ലപോലെ ക്ലോസ് ആയിക്കോളും. കണ്ടോ, നല്ലപോലെ വലിക്കുക, ക്ലോസ് ആയി. ഹോളൊന്നും ഇല്ലാതെ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ ക്ലോസ് ആയിട്ടുണ്ട് കണ്ടോ. ഇനി ഈ ബാലൻസ് ആണിനെ ഇതിനുള്ളിൽ തന്നെ സെൻറ്ററിൽ കുത്തി ഏതെങ്കിലും ഒരു സ്റ്റിച്ചിനുള്ളിൽ കൂടി പുറത്തെടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, നമ്മൾ സ്റ്റിച്ച് ചെയ്തതുപോലെ അറിയില്ലാണ്ടോ, നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ ക്ലോസ് ആയിട്ടുണ്ട്. സെയിം നമ്മൾ കുത്തി പുറത്തെടുത്തില്ലേ, ആ സെയിം ഹോളിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ കുത്തിയിട്ട് ഇങ്ങനെ പുറത്തെടുക്കണം. വീണ്ടും സെയിം ഹോളിൽ തന്നെ ആ യാണ് പുറത്ത് വന്നിട്ടുള്ള ആ സെയിം ഹോളിൽ തന്നെ കുത്തിയിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ പുറത്തെടുക്കുക. ഇങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ സ്റ്റിച്ച് അങ്ങ് ടൈറ്റായി ഇരുന്നോളും, ഇളകിയൊന്നും പോരില്ല. ബാലൻസ് ചെയ്യാണ്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഈ കുറച്ച് യാണ് പുറത്ത് കാണുന്നില്ല, അതിനവിടെ തന്നെ ആ ഹോളിനുള്ളിൽ തന്നെ ഇങ്ങനെ കുത്തി വച്ചാൽ മതി. ഇരുന്നോ, അത് അകത്തോട്ട് പോയിക്കോളും കേട്ടോ. ഇങ്ങനെ വേണം ഒരു ആംബിഗുരുമി ചെയ്തെടുക്കാനായിട്ട്. ഹണി ബീയുടെ ബോഡി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിങ്സ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്യുവാണ്. എബോ 1 അവറിൻ്റെ മുകളിൽ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുവാണ്. ഇന്ന് നമ്മൾ നോക്കിയത് ഹണി ബീയുടെ ബോഡി എങ്ങനെ ചെയ്യേണ്ടതെന്നാണ് നോക്കിയത്. നെക്സ്റ്റ് വീഡിയോയിൽ വിങ്സ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് മൗത്ത് ആൻഡ് ഐസ് എംബ്രോയിഡറി ചെയ്യുന്നത് നോക്കാം. വിങ്സിനെ നമുക്ക് അറ്റാച്ച് ചെയ്യുന്നത് എല്ലാം വന്ന് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹണി ബീയുടെ ബോഡി ചെയ്യുന്നത് മാത്രമാണ് നോക്കിയത്. ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു ആമിഗുരുമി ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ കൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.